ശ്രീ ബ്രിഗേഡിയർ വേണുനായർ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിനിടയിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം ഇസ്രയേലിനെതിരെ ഇറാന്റെ ആക്രമണങ്ങളും ഇറാനെതിരെ ഇസ്രയേലിന്റെ ആക്രമണങ്ങളും ഒക്കെ യുദ്ധക്കുറ്റങ്ങൾ എന്ന പോലെ വിലയിരുത്തപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. ഇതിനകത്ത് ഈ ക്രോസ് ബോർഡർ അസാസിനേഷൻ അടക്കമുള്ള ചില വിഷയങ്ങൾ ഇതിനകത്ത് പറയുന്നു. ഇറാനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു ക്രോസ് ബോർഡർ അസാസിനേഷനായിട്ട് മാറുന്നു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുമുണ്ട്. എത്ര പേര് ഈ വിലയിരുത്തലുകൾക്ക് ഇറാനൊപ്പം നിൽക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിന് മുന്നിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ? ഒരുപക്ഷെ ഇന്ത്യക്കൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ കടക്കാൻ ഇന്ത്യ നിർബന്ധിതമായതുപോലും ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ലോക സമൂഹത്തിന് മുന്നിൽ ഉന്നയിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള അർഹത പോലും ഇറാന്റെ കയ്യിലില്ല ഇപ്പോൾ എന്നുകൂടിയുണ്ടോ? ഇസ്രയേലിന്റെ കയ്യിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു ലൈസൻസ് ഉണ്ട് എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ലോകത്തെല്ലാ പ്രതിബന്ധങ്ങളെയും പരമാവധി പ്രതിബന്ധങ്ങളെ മറികടന്നുകൊണ്ട് 1948 ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മുതൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ഭീഷണി നേരിടുകയാണ്. അപ്പം ആ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനൊക്കുന്നതിന് ലിമിറ്റുണ്ട്. അതുകൊണ്ട് ഇസ്രയേലിന്റെ ഓപ്പറേഷൻസ് അന്ന് മുതൽ തന്നെ 48 മുതൽ തന്നെ എക്സിസ്റ്റൻഷ്യൽ ഫോക്കസോടുകൂടി ഗ്ലോബൽ ഓപ്പറേഷൻസ് ആണ് അവർ നടത്തിയിരുന്നത്. ആദ്യ റൗണ്ടിൽ അവർക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു. കാരണം ജൂതന്മാരെ ഹോളോകോസ്റ്റിന് വിധേയമാക്കിയല്ലോ ഹിറ്റ്ലർ ഗ്യാസ് ചേംബറുകളിൽ. അതിന് നെടുനായകത്വം വഹിച്ച നാസികളെ അവരേത് മടയിൽ ചെന്നൊളിച്ചാലും തങ്ങൾ അവിടെ പിന്തുടർന്ന് ചെന്ന് ആക്രമിക്കും എന്ന ഇസ്രായേലിന്റെ നയം അവർ പ്രാവർത്തികമാക്കി. അർജന്റീനയിലും പെറുവിലും ഉറുഗ്വേയിലും എല്ലാം ചേക്കേറിയിരുന്ന നാസികളെ അവിടങ്ങളിലൊക്കെ പോയി ഇസ്രയേലിന്റെ കമാൻഡോകളെ വധിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഇസ്രയേലിന്റെ ട്രാൻസ്നാഷണൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അസാസിനേഷൻ എന്ന് പറയുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടി, ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പാരഡൈമായി, ഒരു അത്യന്താപേക്ഷിത ഘടകമായി എണ്ണുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. ഇത് നമ്മൾ നോക്കുമ്പോൾ ഇത് ആഗോള മര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മറ്റൊരു രാജ്യത്തിന്റെ ടെറിട്ടറിയിൽ കടന്നു കയറി ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ നോക്കൂ, ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത് എവിടെയാണ്? ടെഹ്റാനിൽ വെച്ചാണ്. അതുപോലെ എത്രയോ പേരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മറ്റ് രാജ്യങ്ങളുടെ നേതാക്കന്മാർ, ഒരു പരിധിവരെ പറഞ്ഞാൽ ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇസ്രയേലിന്റെ കരങ്ങളുണ്ട് എന്നാണ് പൊതുവെയുള്ള ഒരു നിഗമനം. അപ്പൊ എത്രയോ പേരാണ് ഈ ആണവ സാങ്കേതിക വിദ്യയുടെ വിദഗ്ധന്മാർ മുൻകാലങ്ങളിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് വധിക്കപ്പെട്ടവർ മാത്രമല്ല. അപ്പൊ ഇതൊരു രീതിശാസ്ത്രമാണ്, ജൂതരാഷ്ട്രത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ്. അതവര് സെക്യൂരിറ്റി പാരഡൈം വെച്ചുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. പിന്നെ ജൂതരാഷ്ട്രം ആക്രമണ വിധേയമായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇത് ഇറാൻ തന്നെ പറയുന്നു 3ാമത്തെ വേവാണ്. അതായത് ഓപ്പറേഷൻ ട്രൂത്താണ്, അത് ട്രൂ പ്രോമിസ് ആണ്, ശരിയായ പ്രോമിസ്, അതിന്റെ 3ാം വേവാണ്. അപ്പൊ 2 വേവ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. അത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുകൊണ്ടല്ല, മറിച്ച് ഹൂതികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയും ആക്രമിച്ചതുകൊണ്ട്, ഇറാന്റെ കൂട്ടുകാരെ ആക്രമിച്ചതുകൊണ്ട്, പ്രോക്സീസിനെ ആക്രമിച്ചതിന്റെ ഒരു പ്രതികാരം, ഒരു റെസ്പോൺസ് എന്ന നിലയിലാണ് ആ 2 വേവും വന്നതെന്ന് ഓർക്കണം. അതുകൊണ്ട് തീർച്ചയായും ആ സമയത്ത് തിരിച്ചടിച്ചതിന് പരിമിതിയുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ആ എല്ലാ കണക്കുകളും തീർത്തുകൊണ്ട് ഇസ്രയേൽ ചില ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ട്. കൃത്യമായ ടൈം ഫ്രെയിം, കൃത്യമായ ടാർഗറ്റുകൾ, എപ്പോൾ എന്ത് വേണം. ഒബ്ജക്റ്റീവ്സ് ആർ വെൽ ഡിഫൈൻഡ്. അത് പുറത്ത് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് നമുക്കറിയാവുന്നത്. അതൊരു റെജിം ചേഞ്ച് എന്നുള്ളതാണ് ആത്യന്തികമായി പറയുന്നത്. അയത്തുള്ള അലി ഖൊമേനി നയിക്കുന്ന ഒരു മതഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുന്നിടത്തോളം കാലം തങ്ങൾക്ക് സമാധാനമില്ല. തങ്ങൾ അത് യഥറ്റം വരെ പോയി നശിപ്പിച്ചിരിക്കും. ഇതൊരു പ്രോമിസാണ്. ഇത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ദൃഢ നിശ്ചയമാണ്. അപ്പം ഇറാൻ പ്രോമിസ് കൊടുക്കുന്നത് ജനത്തിനാണ്. നോക്കൂ, ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ പ്രോമിസ്? It is a promise given by the state of Israel, the leadership of Israel, to the people of Israel, and also to the Islamic world, that we will destroy the Jewish state. ജൂതരാഷ്ട്രത്തിന് ഭൂമുഖത്ത് അസ്തിത്വം ഉണ്ടാവരുത്, ഇത് ഞങ്ങൾ തീർത്തിരിക്കും. അതൊരു പ്രോമിസാണ്. അങ്ങനെ ഒരു പ്രോമിസ് കൊടുക്കുന്നിടത്തോളം കാലം തീർച്ചയായും ഇസ്രായേലിൽ നിന്ന് വേവ്സ് ആൻഡ് വേവ്സ് ഓഫ് അറ്റാക്ക് ഇറാനെതിരെ ഉണ്ടാകുമെന്ന് സ്വാഭാവികമാണ്. അതുകൊണ്ട് ആരാണ് ഈ റൗണ്ടിൽ ആക്രമണം തുടങ്ങിയ അഗ്രസർ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാനാവും അത് ഇസ്രായേലാണ്. പക്ഷെ ഒറിജിനൽ
കോസ് ഓഫ് അഗ്രഷൻ എന്ന് പറയുന്നത് അത് കാറ്റലിസ്റ്റായി വന്നത് ആണവ സമ്പുഷ്ടീകരണമാണ്. അത് ഇറാന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇസ്രായേൽ ആണവ രാജ്യമാണല്ലോ, ഇസ്രായേൽ ആണവ സമ്പുഷ്ടീകരണം നടത്തിയപ്പോൾ ആരും ഇസ്രായേലിനെ ആക്രമിച്ചില്ലല്ലോ. പക്ഷേ ഇസ്രായേലിന് അത് സംഭവിച്ചു. ഇസ്രായേൽ ഓൾറെഡി ആറ്റമിക് പവറാണ്, അത് പാരഡൈമാണ്, അത് സ്റ്റേറ്റസ് കോ ആയിട്ട് മാറിയിരിക്കുന്നു. ആ സ്റ്റേറ്റസ് കോ വയലേറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ആണവ ശക്തി ആ മേഖലയിൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വനത്തിൽ 2 സിംഹങ്ങൾ വേണ്ട എന്ന പ്രമാണമാണ്. അവിടെ ഞങ്ങളുണ്ട്, അത് മതിയാകും. അപ്പൊ അറബ് ലോകം വലിയ പ്രതീക്ഷയോടെ കാണും ഇറാനെ എന്ന പ്രതീക്ഷ തെറ്റി. അതങ്ങനെയല്ല. അവർ ഇറാനെ പ്രതീക്ഷയോടെയല്ല കാണുന്നത്. അവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഇറാൻ അനുകൂല പ്രസ്താവനകൾ നടത്തും, ഇസ്രായേലെ വിമർശിച്ചെന്നിരിക്കും. അവരുടെ ഇൻട്രസ്റ്റ് എപ്പോഴും പാശ്ചാത്യ ലോകത്തോടൊപ്പമാണ്. എന്നാൽ പൂർണ്ണമായി അറബി ജനത പാശ്ചാത്യ ലോകത്തോടൊപ്പമാണെന്ന് പറയാനാവില്ല. അറബി ഭരണകൂടങ്ങൾ മിക്കതും രാജഭരണങ്ങളും ഡിക്റ്റേറ്റർഷിപ്പും ഒക്കെയാണ്. അപ്പൊ അതെല്ലാം തന്നെ അമേരിക്ക അനുകൂല, യൂറോപ്പ് അനുകൂല, വെസ്റ്റേൺ ഡെമോക്രാറ്റിക് അലയൻസിനോടൊപ്പമാണ് അവരുടെ സ്ഥാനം. അത് ഇറാനെ ദുർബലപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇസ്രയേൽ ഒരു റെജീം ചേഞ്ച് ആഗ്രഹിക്കുന്നു എങ്കിൽ എന്റെ വിശ്വാസം ആ റെജീം ചേഞ്ചിലേക്ക് എത്തി നിർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി ഏതാണ്ട് ഈ സമയത്ത് ഇറാനിലെ ഇറാൻ സ്റ്റേറ്റ് മീഡിയയുടെ, സ്റ്റേറ്റ് ടെലിവിഷന്റെ ആസ്ഥാനം ആക്രമിച്ചു. ഒരു വലിയ ഒരു പ്രഭാഷണം നടക്കുകയായിരുന്നു. ഒരു ജേർണലിസ്റ്റാണ്, ഒരു ആങ്കറാണ്. ഇസ്രായേലിനെതിരെ കയറിക്കൊണ്ട് സംസാരിക്കുന്ന വലിയ റെറ്ററിക്കാണ്. അതിനിടയിലാണ് ബോംബ് വന്ന് വീഴുന്നതും അവർ ഓടി രക്ഷപ്പെടുന്നതും പിന്നീട് റീഗ്രൂപ്പ് ചെയ്ത് മറ്റൊരിടത്തു നിന്നും സംപ്രേഷണം തുടരുകയും ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന ആണവ നിലയങ്ങളുടെ ആക്രമണമല്ല റേഡിയോ നിലയങ്ങളുടെയും ടെലിവിഷൻ നിലയങ്ങളുടെയും ആക്രമണം. അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെലിവിഷൻ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇറാന് ജനങ്ങളോട് സംവദിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ വരും. ജനങ്ങൾ ചിതറും. ജനങ്ങൾ ആകപ്പാടെ അതിഭയങ്കരമായ കൺഫ്യൂഷൻ, വ്യാമിശ്രതയുണ്ടാകും. ആ അവസരം മുതലെടുത്തുകൊണ്ട് ഹൂ ഇസ് ഇൻ കൺട്രോൾ എന്ന് ജനതയ്ക്കറിയാൻ വയ്യാതെ 8 ലക്ഷം ജനതയാണ് ഇറാനിലുള്ളത്. അവർ ആശയക്കുഴപ്പത്തിൽ നിന്നും ഒരുപക്ഷെ വിമത വിഭാഗങ്ങൾ തലപൊക്കിയേക്കാം. അതാണ് ഇസ്രായേലിന്റെ ആഗ്രഹം. അത് നടക്കുമോ എന്ന് ഇത് വെറും തിയററ്റിക്കൽ മാത്രമാണ് ഈ സ്റ്റേജിൽ. പക്ഷേ ഇസ്രായേലിന്റെ മൊസാദ് എന്ന സംഘടന, രഹസ്യാന്വേഷണ സംഘടന ആഴത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇറാനിൽ എന്ന് ഓർക്കണം. അല്ലായെങ്കിൽ ഇത്രയധികം അസാസിനേഷൻ, നേരത്തെ അപർണ സൂചിപ്പിച്ച ഇതുപോലെയുള്ള അസാസിനേഷൻ അത്തരത്തിൽ കടന്നു ചെന്ന് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതേ ചാരന്മാരെയും കൂടുതൽ ചാരന്മാരെയും ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ആർമിക്കുള്ളിൽ, ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ്സിനുള്ളിൽ, IRGCക്ക് ഉള്ളിൽ തന്നെ ഡിവൈഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് സൈന്യത്തിന്റെ ഒരു വിഭാഗം അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നൊരു ഗൂഢലക്ഷ്യം ഉണ്ടായിരിക്കണം. അത് അവരൊരിക്കലും പുറത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെയായിരിക്കാം ഒരുപക്ഷെ റെജിം ചേഞ്ച് വരുന്നത്. ജനകീയ പ്രക്ഷോഭത്തിലൂടെ റെജിം ചേഞ്ച് വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് അവരുടെ ഫേംലി എൻട്രൻസ്ഡ് ആയ മിലിറ്ററി സംവിധാനം അത് നയിക്കുന്ന ആയത്തുള്ള അലി ഖുമൈനി വെടിവെച്ച് നേരത്തില്ല. Tiananmen സ്ക്വയർ പ്രക്ഷോഭം എന്തായി? വെടിവെച്ച് ഈ ചൈനീസ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഈ ജനാധിപത്യവാദികളായ വിദ്യാർത്ഥികളെ 1989 വെടിവെച്ച് കൊന്നില്ലേ? അതൊക്കെ ഒരുപക്ഷെ സാധിച്ചതിരിക്കും. പക്ഷേ ഇവിടെ ആർമി, ഇറാനിയൻ വിഖ്യാതമായ ഇറാന്റെ സൈനിക സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുകയും അതിനകത്ത് റിബൽ വിഭാഗം കൈയടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ, വ്യത്യസ്തത, സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, ഒരുപക്ഷെ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേക്കാം. ഇതൊക്കെയായിരിക്കണം ഇസ്രായേലിന്റെ. തീർച്ചയായിട്ടും നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. അദ്ദേഹത്തിന് മറ്റൊരു ചർച്ചയിൽ പോകാനുള്ളത് കൊണ്ട് കൂടിയാണ്. ഡോക്ടർ മോഹൻ വർഗീസ് നന്ദി. അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു.